ഇന്നത്തെ ഒരു പ്രധാന വിഷയം 30 വർഷം മുമ്പുള്ള ആലപ്പുഴ വഴിച്ചേരി മാർക്കറ്റ് എൻ്റെ ഓർമ്മയിൽ. അന്ന് ഞാൻ ഒരു കടയിൽ, ഹോൾസെയിൽ കടയിൽ, അരിക്കടയിൽ അക്കൗണ്ടൻ്റായിട്ട് ജോലി നോക്കുന്ന സമയമാണ്. ഒരുപാട് ഏത്തക്കൊല പച്ചക്കറികളും ശർക്കര ലോറികളും തമിഴ്നാട് ലോറികൾ, അരി ചാക്ക് നിറച്ച ലോറികളും ഒക്കെ മാർക്കറ്റിലൂടെ ഇങ്ങനെ കടന്നു പോവുകയും ഹോൾസെയിൽ കടയുടെ ഗോഡൗണിലേക്ക് ഇവ ഇറക്കി വയ്ക്കുകയും ചിലവാകുന്ന സെയിലാകുന്നതനുസരിച്ച് ചെറിയ ചെറിയ പെട്ടി വണ്ടികളിൽ ഇത് കയറിപ്പോവുകയും ചെയ്യുന്നത് നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. മാർക്കറ്റ് എന്ന് പറയുന്നത്, മാർക്കറ്റ് ഒരു 6 മണിക്ക് തന്നെ ഉണരും. ആ മാർക്കറ്റിൽ ഏത്തക്ക മാർക്കറ്റ്, പച്ചക്കറി, മീൻ, മറ്റ് മത്സ്യ മാർക്കറ്റ്, കവറുകൾ വിൽക്കുന്ന മാർക്കറ്റ്, കൂടാതെ ഹോൾസെയിൽ അരിക്കട, ശർക്കര മാത്രം വിൽക്കുന്ന കടകൾ, പനമ്പ് കൊണ്ടുണ്ടാക്കിയ വല്ലത്തിനകത്ത് ശർക്കര വിൽക്കുന്ന കടകൾ, സവാള മാത്രം വിൽക്കുന്ന സവാളക്കടകൾ, ഹോൾസെയിൽ സവാളക്കടകൾ, ഇവയൊക്കെ ആലപ്പുഴ വഴിച്ചേരി മാർക്കറ്റിൻ്റെ പ്രത്യേകതയാണ്. ഞാനന്ന് ജോലി ചെയ്തിരുന്ന കടയിലെ അന്നത്തെ ആൾക്കാരെൻ്റെ ഓർമ്മയിൽ വരികയാണ്. 30 വർഷം മുമ്പുള്ള മുതലാളി ജോസഫ് കുഞ്ഞ് സാറ്, CC വർഗീസ് സാറ്, ഇവരെയൊക്കെ എൻ്റെ ഓർമ്മയിൽ ഞാൻ ഓർമ്മിച്ചെടുക്കുകയാണ്. കൂടാതെ എൻ്റെ കൂടെ സഹപ്രവർത്തകരായി ജോലി ചെയ്ത റാവു, കിണിമാമൻ, ജോസഫ്, ജേക്കബ്, കോരച്ചൻ, ഇവരെയൊക്കെ ഞാൻ ഇന്ന് ഓർത്തു പോകും. ആ ഇതിൽ ഞാൻ ഓർത്തു പോയതാണ്. ആലപ്പുഴക്കാരാണ് ഇവരെയൊക്കെ. അതിൽ ചിലരൊക്കെ മരിച്ചുപോയി, ബാക്കിയുള്ളവർ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. എന്നാലും അവരെയൊക്കെ ഞാൻ ഈ സമയത്ത് ഓർത്തു പോവുകയാണ്. ആ കടയിൽ അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്യുന്ന സമയം നമ്മൾ രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് 8 മണിക്ക് എൻ്റെ സൈക്കിളിൽ, അന്ന് എൻ്റെ ഒരു സൈക്കിളാണ്, ഹെർക്കുലീസ് സൈക്കിൾ, അതിലാണ് ഈ കടയിലേക്ക് ചവിട്ടി പോകുന്നത്. പോയി അവരുടെ വീടിൻ്റെ അകത്തോട്ട് കൊണ്ടുവന്ന് ഈ സൈക്കിൾ വെച്ച ശേഷം നമ്മുടെ ജോലി തുടങ്ങും. കടയിൽ ഹോൾസെയിൽ കടയാകുമ്പോൾ അരി ചിലവാകുന്നതനുസരിച്ച് അതിനുള്ള ബില്ലും കാര്യങ്ങളും കൊടുക്കുക, ചാക്ക് ഗോഡൗണിൽ നിന്ന് പോകുന്നത് സ്റ്റോക്ക് രജിസ്റ്ററിൽ വരവ് വെക്കുക, കുറയ്ക്കുക, അങ്ങനെ ഉള്ള കാര്യങ്ങൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഉച്ചയാകുമ്പോൾ ഞങ്ങൾ ഊണ് കഴിക്കാൻ വീട്ടിലേക്ക് പോകും. വൈകുന്നേരം ചായ കുടിക്കാനായിട്ട് അതിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ചെറിയ ചായക്കടയാണ്, അവിടെ പോയിട്ട് ചായ കുടിക്കുക. ഇതൊക്കെയാണ് അന്നത്തെ. ചില സമയങ്ങളിൽ ബാങ്കിൽ പൈസ അടയ്ക്കാനായിട്ട് ഈ റാവു പോകുന്നതാണ്. അന്നത്തെ സെയിലിൻ്റെയൊക്കെ ഈ പാർട്ടികൾക്ക് കാശ് അയച്ചാലല്ലേ ലോഡ് അവർ അയച്ചു കൊടുക്കുക. അരിയായാലും ശർക്കരയായാലും സവാളയായാലും തുമരയായാലും ഓയിലായാലും പാം ഓയിലായാലും വെളിച്ചെണ്ണയായാലും ഇവയൊക്കെ ഹോൾസെയിൽ കടകളിലേക്ക് കാശ് നമ്മൾ ഡ്രാഫ്റ്റ് എടുത്ത് അയച്ചാൽ മാത്രമേ അന്നത്തെ കാലത്ത് അവർ ഫോൺ വഴി ഓർഡർ കൊടുക്കുക. അതനുസരിച്ച് ഇത്ര ചാക്ക് ലോറിയിൽ വരിക, അത് ഓരോ ചെറിയ ചെറിയ ഹോൾസെയിൽ പലചരക്കടയിലേക്ക് കുറേശ്ശെ ഇറക്കി കൊടുക്കുക, ബാക്കി ഗോഡൗണിൽ എത്തിക്കുക. അത് ചെറിയ റീറ്റെയിലുകാർ വരുമ്പോൾ അവർക്ക് ഈ സാധനം കൊടുക്കുക. ഇതൊക്കെയാണ് അന്ന് നടന്നു പോകുന്നത്. ഇത് ബാക്കിയുള്ള വിവരം മറ്റൊരു എപ്പിസോഡിൽ പറയുന്നതാണ്.